രാധ രാധാകൃഷ്ണനായി മാറി. മാലുവും രാധയും ഒന്നിച്ചു. രാധാകൃഷ്ണൻ അന്നെടുത്ത തീരുമാനമായിരുന്നു അവൻ്റെ മകനെ ഒരു മകനായി തന്നെ വളർത്തണമെന്ന്. അന്ന് രാധാകൃഷ്ണൻ എടുത്ത ആ തീരുമാനത്തിന് ശേഷം ആ കരയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് കാണാം. രാധാകൃഷ്ണനും മാലുവും ഇന്നും വളരെ സന്തോഷത്തോടെ ആ തീരത്ത് തന്നെ ജീവിക്കുന്നു. തൊറയിലാശാൻ്റെ മോളും അതുപോലെ തന്നെ എല്ലാവരുടെയും സ്വന്തം രാധാകൃഷ്ണനുമായി അവർ രണ്ടുപേരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ആ തീരത്ത് തന്നെയുണ്ട്. രാധാകൃഷ്ണൻ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളോട് മത്സ്യം പിടിക്കാനൊക്കെ പോകാറുണ്ട്. എന്നാൽ അവൻ മത്സ്യത്തൊഴിലാളി മാത്രമല്ല, ഇന്ന് തീരത്ത് വലിയൊരു ഹോട്ടൽ ഉടമ കൂടിയാണ് രാധാകൃഷ്ണനും മാലുവും. രണ്ടുപേരും ചേർന്ന് വലിയൊരു ഹോട്ടൽ നടത്തുകയാണ്. റെഡ്ഡിയാണ് രാധാകൃഷ്ണനെ കൊണ്ട് ഇങ്ങനൊരു ഹോട്ടൽ തുടങ്ങാനായി പ്രേരിപ്പിച്ചത്. അവരുടെ മകനൊപ്പം വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. രാധാകൃഷ്ണനോടൊപ്പം എപ്പോഴും രാധാകൃഷ്ണൻ്റെ ആ കൂട്ടുകാരനും. എത്രയൊക്കെ മാറിയാലും രാധാകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട നൃത്തം ഇന്നും അവനിലുണ്ട്. പറ്റുന്ന സമയമെല്ലാം അവൻ തുറയിലെ കുട്ടികൾക്ക് നൃത്തം പഠിപ്പിക്കും. രാധാകൃഷ്ണൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആ തീരമാണിത്. അതെ, രാധയെ രാധാകൃഷ്ണനാക്കി മാറ്റിയ ആ തീരം. ഫ്രെഡിയും ഭാര്യയും ഫ്രെഡിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് അവിടെ ഇപ്പോഴും വലിയൊരു റെസ്റ്റോറൻറ്റ് ഉടമയായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. പറ്റുന്ന സമയമെല്ലാം ഫ്രെഡിയും രാധാകൃഷ്ണനും എല്ലാവരും ഒന്നിച്ച് കൂടാറുണ്ട്. റോസി വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. രാധാകൃഷ്ണനും മാലുവും സമയം കിട്ടുമ്പോഴെല്ലാം അമ്മാമ്മയെ വന്ന് കാണാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം രാധാകൃഷ്ണൻ്റെയും മാലുവിൻ്റെയും മകൻ വളർന്നു. അവൻ മിടുക്കനായൊരു ആൺകുട്ടി തന്നെയായിരുന്നു. അച്ഛനെ പോലെ തന്നെ നൃത്തത്തിലൊക്കെ പ്രത്യേകം കഴിവുള്ളൊരു മകൻ തന്നെയായിരുന്നു. കോളേജിലാണെങ്കിൽ എല്ലാത്തിലും ഒന്നാമൻ. അതുപോലെ തന്നെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് ആ തീരത്തെ. രാധാകൃഷ്ണനും മാലുവും ഇന്നും ആ തീരത്ത് അതേ പ്രണയത്തിൽ തന്നെയാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച അതേ തീരത്ത് തന്നെ ഇന്നും അതേ പ്രണയത്തിൽ അവർ മുമ്പോട്ട് പോവുകയാണ്. രാധാകൃഷ്ണനെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലൊരു നീറ്റൽ അവൻ്റെ അച്ഛനമ്മമാരെ ഓർത്ത് മാത്രമാണ്. അല്ലാതെ മാലു എന്നും ഒപ്പമുള്ളതിൻ്റെ സന്തോഷം അവനിലുണ്ട്. രാധാകൃഷ്ണനായി ഇന്നും ആ തീരത്ത് സന്തോഷകരമായി തന്നെയുണ്ട്.